ഒരു കാലത്തിൽ തിളങ്ങുന്ന തടാകത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള ഒരു ചെറിയ പച്ചത്തവള ഉണ്ടായിരുന്നു. ആ ചെറിയ പച്ചത്തവള എല്ലാ തവളകളിലും കൂടുതലായി ചാടണമെന്നായിരുന്നു ആഗ്രഹം. ആദ്യം അത് വലിയ ചാട്ടമൊന്നും നടത്തിയില്ല. പക്ഷേ അതിനേക്കാൾ ബലമായ ശ്രമം അതിമാകാം ചെയ്തു തുടർന്നു. മറ്റു തവളകൾ ചിരിക്കുകയായിരുന്നു. നീ ഞങ്ങളെക്കാൾ ഉയരത്തിൽ ചാടാനില്ല. പക്ഷേ ചെറിയ തവള ചാടലൊന്നും നിർത്തിയില്ല. അത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ നക്ഷത്രങ്ങൾക്ക് കീഴിലും പരിശീലനം നടത്തി. ഓരോ ചാട്ടത്തിനും ശേഷം ഇനിയും ബലമായി കൂടുതൽ ശ്രമത്തോടെ ചാടുകയായിരുന്നു. ഒരു ദിവസം അതിന് ദൂരത്ത് ഒരു വലിയ പാറ കണ്ട്. ഞാൻ അതിലും കഴിയാം എന്ന് വിചാരിച്ചു. അത് അതിന്റെ എല്ലാ ശക്തിയും ചേർത്തു. ഒരു വലിയ ചാട്ടത്തിൽ അതുപോലെ പാറയുടെ മുകളിലേക്ക് ചാടി. മറ്റു തവളകൾ അത്ഭുതത്തോടെ നോക്കി. നീ വിജയിച്ചു, അവർ പറഞ്ഞു. ചെറിയ തവള അതിന്റെ വിജയത്തിൽ അഭിമാനത്തോടെ ചിരിച്ചു. പരിശീലനം, ക്ഷമ, ആത്മവിശ്വാസം എന്നിവയാൽ എന്തും നേടാമെന്ന് അത് മനസ്സിലാക്കി. ആ ദിവസം മുതൽ ചെറിയ തവള മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കലും തോറ്റുപോകരുത്. വിശ്വസിച്ചാൽ നിങ്ങൾ വലിയ കാര്യങ്ങൾ നേടാം. ഒരു ചെറിയ ഗ്രാമത്തിൽ അത്യാഗ്രഹിയായ ഒരു കാക്ക താമസിച്ചിരുന്നു. അത് ആരുമായും ഒന്നും പങ്കുവച്ചിരുന്നില്ല. ഒരു ദിവസം അത് ഒരു കടയുടമയിൽ നിന്ന് ഒരു സ്വർണ്ണ അപ്പം മോഷ്ടിച്ചു. കാക്ക കഴിക്കാൻ തയ്യാറായപ്പോൾ അപ്പം സംസാരിച്ചു. നീ എന്നെ തിന്നാൽ നിനക്ക് വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കും. കാക്കയുടെ കണ്ണുകൾ വിടർന്നു. സംസാരിക്കുന്ന അപ്പം, എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാക്ക ചിരിച്ചുകൊണ്ട് ഒരു കഷണം തിന്നു. പെട്ടെന്ന് അതിന്റെ ചിറകുകൾ കടും പിങ്ക് നിറമായി. അതിന്റെ കൊക്ക് നീലയായി മാറിയിരിക്കുന്നു. വാൽ പച്ചയായി മാറിയിരിക്കുന്നു. മറ്റു പക്ഷികൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു, പറക്കുന്ന മഴവില്ല. കാക്ക ഭയന്ന് ചികിത്സയ്ക്കായി യാചിക്കാൻ തുടങ്ങി. റൊട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, ഒരു ആഴ്ചത്തേക്ക് ഭക്ഷണം പങ്കിടൂ. കാക്കയ്ക്ക് ഭക്ഷണം പങ്കിടുന്നത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവന് മറ്റു മാർഗമില്ലായിരുന്നു. കാക്ക ഭക്ഷണം പങ്കിടാൻ തുടങ്ങി. അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആഴ്ചയുടെ അവസാനത്തോടെ അതിന്റെ കറുത്ത ചിറകുകൾ തിരിച്ചെത്തി. അത് ഗ്രാമത്തിലെ ഏറ്റവും ഉദാരമതിയായ പക്ഷിയായി മാറി. കാക്ക പഠിച്ചു, അത്യാഗ്രഹം നിങ്ങളെ വിഡ്ഢിയാക്കുന്നു, പക്ഷേ പങ്കിടൽ നിങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ബബിൾഗം ചവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികൃതിയായ കുരങ്ങൻ അവിടെ താമസിച്ചിരുന്നു. പാർക്കിലെ കുട്ടികളെപ്പോലെ ഒരു വലിയ ബബിൾഗം ഊതാൻ അത് ആഗ്രഹിച്ചു. ഒരു ദിവസം അത് പിങ്ക് നിറത്തിലുള്ള ഒരു വലിയ ബബിൾഗം കണ്ടെത്തി. കുരങ്ങൻ അത് ചവയ്ക്കാൻ തുടങ്ങി. അതിന്റെ മുഖത്തിനു മുന്നിൽ ഒരു വലിയ പിങ്ക് ബബിൾഗം ഊതി. എന്നാൽ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് വീശി. ആ കുമിള അതിന്റെ മുഖമാകെ പൊട്ടി. അതിന്റെ കണ്ണുകളും മൂക്കും ചെവികളും പോലും ബബിൾഗത്തിന്റെ പശ കൊണ്ട് മൂടിയിരുന്നു. കുരങ്ങൻ പാർക്കിൽ ചുറ്റും ഓടി. പിങ്ക് നിറത്തിലുള്ള ഒരു രൂപം പോലെ തോന്നി. മറ്റു കുരങ്ങുകൾ ചിരിക്കാൻ തുടങ്ങി. ഒടുവിൽ ദയുള്ള ഒരു ആന അത് വൃത്തിയാക്കാൻ വെള്ളം തളിച്ചു. കുരങ്ങൻ നെടുവീർപ്പിട്ടു. ഒരുപക്ഷേ ഞാൻ വാഴപ്പഴത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാം. അത് പഠിച്ചു, ചില കാര്യങ്ങൾ രസകരമായി തോന്നും. ആ സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം കുടുങ്ങിപ്പോകുന്നതുവരെ. അവിടെ ഒരു ഭംഗിയുള്ള ചെറിയ തേനീച്ച ഉണ്ടായിരുന്നു. ഒരു പുഷ്പമേഖലയിലെ ഒരു വലിയ തേനീച്ചക്കൂട്ടിൽ താമസിച്ചിരുന്നു. എല്ലാ തേനീച്ചകളും ഒരുമിച്ച് അമൃത് ശേഖരിക്കുകയും തേൻ ഉണ്ടാക്കുകയും ചെയ്തു. ചെറിയ ഭംഗിയുള്ള തേനീച്ചയും സഹായിക്കാൻ ആഗ്രഹിച്ചു.
എന്നാൽ മറ്റു തേനീച്ചകൾ പറഞ്ഞു, നീ വളരെ ചെറുതാണ്, നിനക്ക് അധികം ദൂരം പറക്കാൻ കഴിയില്ല. ആ കൊച്ചു ഭംഗിയുള്ള തേനീച്ചയ്ക്ക് സങ്കടം തോന്നി, പക്ഷേ അത് നിരുത്സാഹപ്പെട്ടില്ല. ഒരു ദിവസം ശക്തമായ കാറ്റ് നിരവധി പൂക്കൾ പറത്തിവിട്ടു. പൂക്കൾ ഇരുണ്ട വനത്തിന് സമീപം വീണു. തേനീച്ച അവിടെ പോകാൻ ഭയപ്പെട്ടു. നമുക്ക് കൂടുതൽ അമൃത് വേണം, റാണി തേനീച്ച പറഞ്ഞു. പക്ഷേ അത് വളരെ ദൂരെയാണ്. ചെറിയ ഭംഗിയുള്ള തേനീച്ച പറഞ്ഞു, ഞാൻ പോകാം. ഇത് പതുക്കെ കാട്ടിലേക്ക് പറന്നു. അത് നിലത്ത് പൂക്കൾ കണ്ടെത്തി. അത് അമൃതും എടുത്ത് തേനീച്ചക്കൂട്ടിലേക്ക് പറന്നു. പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തു. താമസിയാതെ അതിന്റെ കഠിനാധ്വാനത്തിന് എല്ലാവർക്കും ആവശ്യത്തിന് അമൃതം ഉണ്ടായിരുന്നു. രാജ്ഞി തേനീച്ച പുഞ്ചിരിച്ചു. നീ ഒരു ചെറിയ ഭംഗിയുള്ള തേനീച്ചയാണ്, രാജ്ഞി പറഞ്ഞു. പക്ഷേ നീ വളരെ ധൈര്യശാലിയാണ്. എല്ലാ തേനീച്ചകളും ഭംഗിയുള്ള ചെറിയ തേനീച്ചയെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും മനസ്സിലാക്കുന്നു, നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം, ശ്രമിച്ചുകൊണ്ടിരിക്കണം. ശ്രമിച്ചാൽ മാത്രമേ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയൂ. വെയിൽ ഉള്ള ഒരു ദിവസം ഒരു വലിയ ബസ് കാട്ടിലൂടെ കടന്നു പോകുകയായിരുന്നു. ആവേശഭരിതരായ എല്ലാ കുഞ്ഞു പക്ഷികളും മൃഗങ്ങളും നദിക്കരയിൽ ഒരു പിക്നിക്കിന് പോവുകയായിരുന്നു. അവരുടെ അധ്യാപകൻ മിസ് ബന്ദറിയ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ എത്താറായി. കുട്ടികളെ, ദിവസം ആസ്വദിക്കാൻ തയ്യാറാകൂ. ബസ് നദിക്കരയിൽ നിർത്തി എല്ലാ കുട്ടികളും ഭക്ഷണവും വെള്ളവും നൽകി ഇറങ്ങി. കൊക്കിൽ പേരക്ക കൊട്ടയുമായി തത്ത പറന്നു. വെള്ളക്കുപ്പികളുമായി ആന മുന്നോട്ട് നടന്നു. അണ്ണാൻ ഒരു സഞ്ചി നിറയെ പരിപ്പുമായി തുള്ളുകയാണ്. മുയൽ ഒരു കൊട്ട പുതിയ കാരറ്റും പിടിച്ചുകൊണ്ട് നടന്നു. മിസ് ബന്ദറിയ എല്ലാവർക്കും വേണ്ടി വാഴപ്പഴം കൊണ്ടുവന്നു. അപ്പോഴാണ് ഒരു ചെറിയ ആമ വളരെ പതുക്കെ നടന്നു വന്നത്. ചില മൃഗങ്ങൾ മന്ത്രിച്ചു, അത് ഭക്ഷണമില്ലാതെയാണ് വന്നത്. മിസ് ബന്ദറിയ പറഞ്ഞു, അതൊന്നും സാരമില്ല. ഞങ്ങളുടെ വനകുടുംബത്തിൽ ഞങ്ങൾ പരസ്പരം കാര്യങ്ങൾ പങ്കിടുകയും പരസ്പരം പരിപാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ആമയ്ക്ക് കുറച്ച് വാഴപ്പഴം, പേരക്ക, ബദാം, കാരറ്റ് എന്നിവ കൊടുത്തു. ആമ പുഞ്ചിരിച്ചു, എന്നിട്ട് തന്റെ ബാഗ് തുറന്നു. ഉള്ളിലുള്ളത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അയാൾ എല്ലാവർക്കും വേണ്ടി ഒരു രുചികരമായ ഫ്രൂട്ട് കേക്ക് കൊണ്ടുവന്നു. അവരെല്ലാം സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. ഇന്ന് എല്ലാവരും ഒരു പ്രധാന കാര്യം പഠിച്ചു. ഒരിക്കലും ആരെയും പെട്ടെന്ന് വിധിക്കരുത്. ദയം പങ്കുവയ്ക്കൽ എല്ലാം മികച്ചതാക്കുന്നു. മനോഹരമായ ഒരു കാട്ടിൽ ഒരു കൊച്ചു കുരങ്ങൻ മരച്ചില്ലകളിൽ ചാടി കളിച്ചുകൊണ്ടിരുന്നു. കുരങ്ങന് വാഴപ്പഴം വളരെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് എപ്പോഴും കഴിക്കാൻ വേണ്ടി അവൻ വാഴപ്പഴം സൂക്ഷിച്ചു വച്ചു. ദിവസങ്ങളോളം വാഴപ്പഴം ശേഖരിക്കാൻ ശ്രമിച്ച കുരങ്ങൻ, പക്ഷേ പിറ്റേന്ന് രാവിലെ കുരങ്ങൻ തിരിച്ചെത്തിയപ്പോൾ വാഴപ്പഴം കാണാനില്ലായിരുന്നു. അയ്യോ വേണ്ട, എന്റെ വാഴപ്പഴം ആരാ എടുത്തത്? കുരങ്ങൻ ചിന്തിച്ചു. കുരങ്ങൻ കടുവയോട് ചോദിച്ചു, നീ എന്റെ വാഴപ്പഴം എടുത്തോ? ഇല്ല, കടുവ ദയോടെ പറഞ്ഞു. എനിക്ക് മാംസമാണ് ഇഷ്ടം, വാഴപ്പഴമല്ല. പിന്നെ കുരങ്ങൻ ആനയോട് ചോദിച്ചു, നീ എന്റെ വാഴപ്പഴം പറിച്ചോ? ഇല്ല, ആന പറഞ്ഞു. ഞാൻ ഇലകളും കരിമ്പും മാത്രമേ കഴിക്കൂ. കുരങ്ങൻ കുറ്റിക്കാടുകൾക്ക് സമീപം നോക്കി നിലത്ത് വാഴപ്പഴത്തോലുകൾ കണ്ടു. കുരങ്ങൻ വാഴപ്പഴത്തോളുകളെ പിന്തുടർന്ന് ചെന്നപ്പോൾ ഒരു ആമ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്ന് വാഴപ്പഴം തിന്നുന്നത് കണ്ടു. എന്നോട് ചോദിക്കാതെയാണ് നീ എന്റെ വാഴപ്പഴം എടുത്തത്? കുരങ്ങൻ ആമയോട് ചോദിച്ചു. ആമ താഴേക്ക് നോക്കി. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ അത് എടുത്തു കഴിച്ചത്. കുരങ്ങൻ പതുക്കെ ആമയോട് പറഞ്ഞു, നീ എന്നോട് ചോദിക്കണമായിരുന്നു. വിശന്നാലും മോഷ്ടിച്ച് തിന്നുന്നത് തെറ്റാണ് അത്. ആമ സങ്കടപ്പെട്ടു. ക്ഷമിക്കണം, കൂടുതൽ വാഴപ്പഴം ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. കുരങ്ങൻ ആമയോട് ക്ഷമിച്ചു. ആ ദിവസം മുതൽ ആമ തിരിച്ചറിഞ്ഞു, മോഷ്ടിക്കുന്നത് തെറ്റാണ്.
നിങ്ങൾക്ക് ആവശ്യമുള്ളത് എപ്പോഴും ചോദിക്കാൻ ശീലിക്കുക. ഒരു ഫാമിൽ ഒരു വിചിത്ര കോഴി താമസിച്ചിരുന്നു. മറ്റു കോഴികൾ നിലത്ത് കൊത്തിക്കൊണ്ടിരുന്നു. കോഴി കുരച്ചു, വൂഫ് വൂഫ്. മറ്റു കോഴികൾ ചിറകടിക്കുമ്പോൾ കോഴി വാൽ അനക്കാൻ ശ്രമിക്കുകയായിരുന്നു. മറ്റു കോഴികൾ ചെളിയിൽ മാന്തിക്കുഴിയുമ്പോൾ കോഴി അതിന്റെ നിഴലിനെ പിന്തുടരുകയായിരുന്നു. കോഴി എപ്പോഴും ഒരു നായാകാൻ ശ്രമിച്ചു. പശുക്കൾ ചിരിച്ചു. മൂമൂമൂ. കോഴികൾ കുരയ്ക്കില്ല. നിനക്ക് ഒരു വാലുപോലുമില്ല, മണ്ടൻ കോഴി. താറാവുകൾ കുലുങ്ങി. കർഷകൻ പോലും തലയാട്ടി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വിചിത്രമായ കോഴിയാണിത്. പക്ഷേ കോഴി അതൊന്നും കാര്യമാക്കിയില്ല. ഒരു ദിവസം ഒരു കൗശലക്കാരനായ കുറുക്കൻ ഫാമിലേക്ക് കയറി. അത്താഴത്തിന് ചീഞ്ഞ കോഴികളെ വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ബാക്കിയുള്ള കോഴികൾ ഭയന്ന് ചിറകുകൾ അടിക്കാൻ തുടങ്ങി. സഹായിക്കൂ, സഹായിക്കൂ. പക്ഷേ കുറുക്കൻ കുതിക്കുന്നതിനു മുമ്പ് വൂഫ് വൂഫ് വൂഫ്. കോഴി കുറുക്കന്റെ നേരെ പാഞ്ഞു. ഒരു ഭ്രാന്തൻ നായ പോലെ കുരച്ചു. കുറുക്കൻ അലറിക്കരഞ്ഞുകൊണ്ട് നിന്നു. എന്താ? ഒരു കോഴി നായ. കുറുക്കൻ ജീവനും കൊണ്ട് ഓടി. ഫാം സുരക്ഷിതമായിരുന്നു. അന്നുമുതൽ എല്ലാവരും കോഴിയെ ഒരു വീരനായകനായി കണക്കാക്കി. എപ്പോഴും നീയായി തന്നെ ഇരിക്കുക. എല്ലാവരും നിനക്ക് എതിരാണെങ്കിൽ പോലും. മനോഹരമായ കാട്ടിൽ ഒരു വലിയ സ്വപ്നം കണ്ട ഒരു മടിയൻ താമസിച്ചിരുന്നു. ജംഗിൾ റേസ് ജയിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ ഒരു മടിയനായിരുന്നു. മടിയന്മാർ അവയുടെ വേഗതയ്ക്ക് കൃത്യമായി അറിയപ്പെടുന്നില്ല. മറ്റു മൃഗങ്ങൾ ഉറക്കെ ചിരിച്ചു. നീയോ? ഓട്ടത്തിൽ നീ ജയിക്കുമോ? പുള്ളിപ്പുലി അവനെ കളിയാക്കാൻ വേണ്ടി വിളിച്ചു. അടുത്ത ആഴ്ച നീ ഓട്ടം പൂർത്തിയാക്കും, സീബ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷികൾ പോലും ചിരിച്ചു. പക്ഷേ മടിയൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എന്നിൽ ആത്മവിശ്വാസമുണ്ട്. മത്സരത്തിന്റെ ദിവസം വന്നെത്തി. കാട് ആവേശത്താൽ പ്രതിധ്വനിച്ചു. തയ്യാറാണ്? തയ്യാർ. പോകൂ. എല്ലാവരും മുന്നോട്ട് നീങ്ങി. ഒരു ചെറിയ ആന പോലും മനോഹരമായി ആ രേഖ മുറിച്ചു കടന്നു. അതേസമയം മടിയൻ പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. വളരെ നിശബ്ദമായി. മറ്റുള്ളവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ സൗജന്യ ലഘുഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഒരു വാഴപ്പഴക്കട അവർ കണ്ടു. അവർ നിർത്തി. അവൻ അത് കഴിച്ചു. അവനും ഒരു മയക്കം എടുത്തു. ആ മടിയൻ പതുക്കെ സ്ഥിരതയോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ശ്രദ്ധ വ്യതിചലിക്കുന്നില്ല, പ്രാതൽ ഇല്ല, ഉറക്കമില്ല. മണിക്കൂറുകൾക്ക് ശേഷം മടിയൻ ഫിനിഷിംഗ് ലൈൻ കടന്നു. ആദ്യം. എല്ലാവരും ആഹ്ലാദിച്ചു. ഏറ്റവും വേഗതയേറിയ മടിയൻ. എല്ലാവരും പഠിച്ചു. സാവധാനത്തിലും സ്ഥിരതയിലും ശ്രദ്ധയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് മത്സരവും ജയിക്കാം. ಒಂದು ಸಣ್ಣ ಕಾಡಿನಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಗಿಳಿ ತನ್ನ ಕುಟುಂಬದೊಂದಿಗೆ ಮರಗಳ ಎತ್ತರದ ಗೂಡಿನಲ್ಲಿ ವಾಸಿಸುತ್ತಿತ್ತು. ಅದು ಪ್ರಕಾಶಮಾನವಾದ ಹಸಿರು ಬಣ್ಣದ್ದಾಗಿತ್ತು, ಶಕ್ತಿಯಿಂದ ತುಂಬಿತ್ತು ಮತ್ತು ಬಹಳಷ್ಟು ಮಾತನಾಡಲು ಇಷ್ಟಪಟ್ಟಿತ್ತು. ಆದರೆ ಒಂದು ಸಣ್ಣ ಸಮಸ್ಯೆ ಇತ್ತು. ಅದು ಯಾರ ಮಾತನ್ನೂ ಕೇಳಲಿಲ್ಲ.
ತಾಯಿ ಗಿಳಿ ಹೇಳಿದಾಗ ಮರದ ಗುಂಡಿಯಿಂದ ಹೆಚ್ಚು ದೂರ ಹಾರಬೇಡಿ, ಅದು ತಲೆಯಾಡಿಸಿತು. ಆದರೆ ಹೇಗಾದರೂ ಹಾರಿಹೋಯಿತು. ಅಜ್ಜ ಗಿಳಿ ಎಚ್ಚರಿಸಿದಾಗ ಬಿರುಗಾಳಿ ಬರುತ್ತಿದೆ, ಹತ್ತಿರದಲ್ಲಿರಿ. ಅದು ನಕ್ಕಿತು ಮತ್ತು ನಾನು ಚೆನ್ನಾಗಿರುತ್ತೇನೆ ಎಂದು ಹೇಳಿದನು. ಒಂದು ಮಧ್ಯಾಹ್ನ ಆ ಪುಟ್ಟ ಗಿಣಿ ದೂರದ ಮರದ ಮೇಲೆ ಹೊಳೆಯುವ ಕೆಂಪು ಹಣ್ಣನ್ನು ಕಂಡಿತು. ಯಾರಿಗೂ ಹೇಳದೆ ಅದು ಉತ್ಸಾಹದಿಂದ ಹಾರಿಹೋಯಿತು. ಇದ್ದಕ್ಕಿದ್ದಂತೆ ಕಪ್ಪು ಮೋಡಗಳು ಆಕಾಶವನ್ನು ಆವರಿಸಿದವು. ಮಳೆ ಸುರಿಯಿತು, ಗಾಳಿ ಬಂತು, ಮಿಂಚು ಮಿಂಚಿತು. ಪುಟ್ಟ ಗಿಣಿಗೆ ಹಿಂತಿರುಗುವ ದಾರಿ ಸಿಗಲಿಲ್ಲ. ಗಿಳಿ ದಾರಿ ತಪ್ಪಿತು. ಅವನು ತಣ್ಣಗಾಗಿದ್ದನು, ಹೆದರುತ್ತಿದ್ದನು ಮತ್ತು ಒದ್ದೆಯಾಗಿದ್ದನು. ಆಗ ಅವನಿಗೆ ತನ್ನ ಕುಟುಂಬದ ಮಾತುಗಳು ನೆನಪಾದವು. ನಾನು ಕೇಳಬೇಕಿತ್ತು, ಅವನು ದುಃಖದಿಂದ ಪಿಸುಗುಟ್ಟಿದನು. ಆಗಲೇ ಅಮ್ಮ ಗಿಳಿ ಮತ್ತು ಅಜ್ಜ ಮಳೆಯ ಮೂಲಕ ಒಳಗೆ ಬಂದರು. ಅವರು ಅವನನ್ನು ಹುಡುಕುತ್ತಿದ್ದರು ಮತ್ತು ಅವನನ್ನು ಕಂಡುಕೊಂಡರು. ಅವರು ಅವನನ್ನು ಸುರಕ್ಷಿತವಾಗಿ ಮನೆಗೆ ಕರೆದೊಯ್ದು ಬೆಚ್ಚಗಿನ ಗರಿಗಳಲ್ಲಿ ಸುತ್ತಿದರು. ಪುಟ್ಟ ಗಿಣಿಗೆ ತಪ್ಪಿನ ಅರಿವಾಯಿತು ಮತ್ತು ಹೇಳಿತು, ಕ್ಷಮಿಸಿ, ನಾನು ನಿನ್ನ ಮಾತನ್ನು ಕೇಳಬೇಕು. ಪುಟ್ಟ ಗಿಣಿ ಕಲಿತಿತು, ಯಾವಾಗಲೂ ನಿನ್ನ ಹಿರಿಯನ ಮಾತನ್ನು ಕೇಳು. ಒಂದು ಸುಂದರ ನಗರದಲ್ಲಿ ರಾಹುಲ್ ಎಂಬ ಪುಟ್ಟ ಹುಡುಗ ವಾಸಿಸುತ್ತಿದ್ದ. ಅವನು ಮನೆಯೊಳಗೆ ತನ್ನ ಚೆಂಡಿನೊಂದಿಗೆ ಆಟವಾಡುತ್ತಿದ್ದ. ಅಮ್ಮ ಅವನಿಗೆ, ನೀನು ಒಳಗೆ ಅಲ್ಲ, ಹೊರಗೆ ಚೆಂಡುಗಳೊಂದಿಗೆ ಆಡಬೇಕು. ಆದರೆ ರಾಹುಲ್ ಆ ವಿಷಯಗಳನ್ನು ನಿರ್ಲಕ್ಷಿಸಿದರು. ಅವನು ಚೆಂಡನ್ನು ಒಂದು ಕಡೆಯಿಂದ ಇನ್ನೊಂದು ಕಡೆಗೆ ಬಲವಂತವಾಗಿ ಎಸೆದನು. ಇದ್ದಕ್ಕಿದ್ದಂತೆ ಒಂದು ಹೂವಿನ ಹೂದಾನಿ ಮುರಿದು ಹೋಯಿತು. ರಾಹುಲ್ ಭಯಭೀತನಾದ. ಅವನು ಸತ್ಯವನ್ನು ಮರೆಮಾಡಲು ಯೋಚಿಸಿದನು. ಆದರೆ ಅವನ ಗುರುಗಳು ಹೀಗೆ ಹೇಳಿದ್ದು ಅವನಿಗೆ ನೆನಪಾಯಿತು, ಸತ್ಯ ಹೇಳುವುದೇ ಸರಿಯಾದ ವಿಷಯ. ತಾಯಿ ಬಂದಾಗ, ರಾಹುಲ್, ಕ್ಷಮಿಸಿ ತಾಯಿ, ನಾನು ಹೂದಾನಿ ಒಡೆದು. ತಾಯಿ ಅವನನ್ನು ಕೋಪದಿಂದ ನೋಡಿದಳು. ಆದರೆ ಆಶ್ಚರ್ಯಕರವಾಗಿ ಅವಳು ನಗುತ್ತಾ, ನಿನ್ನ ಪ್ರಾಮಾಣಿಕತೆಯ ಬಗ್ಗೆ ನನಗೆ ಹೆಮ್ಮೆ ಇದೆ. ಅಮ್ಮ ಅವನನ್ನು ಅಪ್ಪಿಕೊಂಡು, ಆದರೆ ಮುಂದಿನ ಬಾರಿಯಿಂದ ನೀವು ಹೊರಗೆ ಆಟವಾಡಬೇಕು. ರಾಹುಲ್ ಮುಗುಳ್ನಕ್ಕ. ಅವನು ಒಳಗಿನಿಂದ ಧೈರ್ಯಶಾಲಿ ಮತ್ತು ಒಳ್ಳೆಯವನಂತೆ ಭಾವಿಸಿದನು. ರಾಹುಲ್ ತಾನು ಪ್ರಾಮಾಣಿಕನಾಗಿರುತ್ತೇನೆ ಮತ್ತು ಯಾವಾಗಲೂ ಸತ್ಯವನ್ನೇ ಹೇಳುತ್ತೇನೆ ಎಂದು ತನಗೆ ತಾನೇ ಪ್ರತಿಜ್ಞೆ ಮಾಡಿಕೊಂಡನು. ಏನೇ ಆದರೂ ಸರಿ. ಶಾಂತವಾದ ಮನೆಯಲ್ಲಿ ಮರದ ಡ್ರಾಯರ್ ಒಳಗೆ ಒಂದು ದೊಡ್ಡ ಮೇಣದ ಬತ್ತಿ ಕುಳಿತಿತ್ತು. ಅದನ್ನು ಎಂದಿಗೂ ಬಳಸಿರಲಿಲ್ಲ, ಒಮ್ಮೆಯೂ ಅಲ್ಲ. ದೊಡ್ಡ ಮೇಣದ ಬತ್ತಿ ಯೋಚಿಸಿತು, ನಾನು ಬೆಳಗಲು ಬಯಸುತ್ತೇನೆ, ಆದರೆ ಯಾರಿಗೂ ನನ್ನ ಅಗತ್ಯವಿಲ್ಲ. ದಿನವಿಡೀ ಮೇಲಿನ ದೀಪಗಳು ಆನ್ ಮತ್ತು ಆಫ್ ಆಗುವುದನ್ನು ಅದು ಕೇಳುತ್ತಿತ್ತು. ಅದು ನಗು ಮತ್ತು ಕತೆಗಳನ್ನು ಕೇಳಬಹುದಾದರೂ ಅದು ಕತ್ತಲೆಯ ಕಪಾಟಿನಲ್ಲಿ ಒಂಟಿಯಾಗಿತ್ತು. ಒಂದು ರಾತ್ರಿ ವಿದ್ಯುತ್ ಇದ್ದಕ್ಕಿದ್ದಂತೆ ಆಫ್ ಆಯಿತು. ಮನೆ ಮೌನವಾಗಿತ್ತು. ಸಣ್ಣ ದೊಡ್ಡ ಮೇಣದ ಬತ್ತಿ ಹೆಜ್ಜೆಗಳ ಸದ್ದು ಕೇಳಿಸಿತು. ನಂತರ ಯಾರೋ ಅದನ್ನು ಬೆಚ್ಚಗಿನ ಕೈಗಳಿಂದ ಎತ್ತಿದರು. ಬೆಂಕಿ ಕಡ್ಡಿ ಹೊಡೆದಿದೆ. ಮೇಣದ ಬತ್ತಿಯ ತುದಿಯಲ್ಲಿ ಒಂದು ಸಣ್ಣ ಜ್ವಾಲೆ ನೃತ್ಯ ಮಾಡಿತು. ಮೇಜಿನ ಮೇಲೆ ಮೇಣದ ಬತ್ತಿ ಪ್ರಕಾಶಮಾನವಾಗಿ ಬೆಳಗಿತು, ಇಡೀ ಕೋಣೆಯನ್ನು ಬೆಳಗಿಸಿತು. ಕುಟುಂಬವು ಸುತ್ತಲೂ ಒಟ್ಟುಗೂಡಿತು, ನಗುತ್ತಾ ನಗುತ್ತಾ ಅದರ ಸೌಮ್ಯ ಬೆಳಕಿನಿಂದ ಕತೆಗಳನ್ನು ಹೇಳುತ್ತಿತ್ತು. ನಾನು ಬೆಳಗುತ್ತಿದ್ದೇನೆ, ಮೇಣದ ಬತ್ತಿ ಯೋಚಿಸಿತು. ಅದರ ಹೃದಯವು ಸಂತೋಷದಿಂದ ಹೊಳೆಯುತ್ತಿತ್ತು. ಮತ್ತು ಈಗ ನಾನು ಸಹಾಯ ಮಾಡುತ್ತಿದ್ದೇನೆ. ಆ ರಾತ್ರಿಯಿಂದ ಪುಟ್ಟ ಮೇಣದ ಬತ್ತಿ ಮತ್ತೆ ಎಂದಿಗೂ ದುಃಖಿತನಾಗಿರಲಿಲ್ಲ. ಸಣ್ಣ ದೀಪಗಳು ಸಹ ದೊಡ್ಡ ಕೆಲಸಗಳನ್ನು ಮಾಡುತ್ತವೆ ಎಂದು ಅದು ತಿಳಿದಿತ್ತು. ಸಮಯ ಬಂದಾಗ ಸ್ವಲ್ಪ ಬೆಳಕು ಕೂಡ ಇಡೀ ಕೋಣೆಯನ್ನು ಬೆಳಗಿಸಬಹುದು. ಒಂದಾನೊಂದು ಕಾಲದಲ್ಲಿ ಬಲಿಷ್ಠ ಸಿಂಹವೊಂದು ಕಾಡನ್ನು ಆಳುತ್ತಿತ್ತು. ಹೆಮ್ಮೆ ಮತ್ತು ಉಗ್ರ ಅವನ ಜೋರಾದ ಗರ್ಜನೆ ಎಲ್ಲಾ ಪ್ರಾಣಿಗಳನ್ನು ಹೆದರಿಸಿತು. ಒಂದು ದಿನ ಅವನು, ಯಾರಾದರೂ ಸ್ವಯಂ ಸೇವಕರಾಗಿ ನನ್ನ ಬಳಿಗೆ ಬರುವವರೆಗೂ ನಾನು ಪ್ರತಿದಿನ ನಿಮ್ಮಲ್ಲಿ ಒಬ್ಬರನ್ನು ತಿನ್ನುತ್ತೇನೆ ಎಂದು ಘೋಷಿಸಿದನು. ಎಲ್ಲಾ ಪ್ರಾಣಿಗಳು ಹೆದರುತ್ತಿದ್ದವು. ಆದರೆ ಒಂದು ಬುದ್ಧಿವಂತ ಮೊಲ ಒಂದು ಉಪಾಯದೊಂದಿಗೆ ಬಂದಿತು. ಓ ಬಲಿಷ್ಠ ಸಿಂಹ, ನಾನು ನಿನ್ನ ಬಳಿಗೆ ಬರುತ್ತೇನೆ, ಮೊಲ ಹೇಳಿತು. ಆದರೆ ನಾನು ನಿನಗೆ ತೋರಿಸಲು ಏನನ್ನಾದರೂ ಹೊಂದಿದ್ದೇನೆ. ಕುತೂಹಲ ಮತ್ತು ಪುಟ್ಟ ಮೊಲವನ್ನು ಕಡಿಮೆ ಅಂದಾಜು ಮಾಡುವುದರಿಂದ ಸಿಂಹ ಒಪ್ಪಿಕೊಂಡಿತು. ಮೊಲ ಅವನನ್ನು ಆಳವಾದ ಬಾವಿಗೆ ಕರೆದೊಯ್ದು, ಈ ಬಾವಿಯಲ್ಲಿ ನಿನಗಿಂತ ಶಕ್ತಿಶಾಲಿ ಎಂದು ಹೇಳಿಕೊಳ್ಳುವ ಇನ್ನೊಂದು ಸಿಂಹವಿದೆ ಎಂದು ಹೇಳಿತು. ಸಿಂಹವು ಬಾವಿಯೊಳಗೆ ನೋಡಿತು ಮತ್ತು ಅದರ ಪ್ರತಿಬಿಂಬವನ್ನು ನೋಡಿತು. ಅದು ಬೇರೆ ಸಿಂಹ ಎಂದು ಭಾವಿಸಿ ಅವನು ಗರ್ಜಿಸಲಾರಂಭಿಸಿದನು ಮತ್ತು ಪ್ರತಿಬಿಂಬವು ಗರ್ಜಿಸಿತು. ಕೋಪದಿಂದ, ಯಾರು ಹೆಚ್ಚು ಶಕ್ತಿಶಾಲಿ ಎಂದು ನಾನು ನಿಮಗೆ ತೋರಿಸುತ್ತೇನೆ, ಅವನು ಕೂಗಿದನು.
ಮತ್ತು ಬಾವಿಗೆ ಹಾರಿದನು. ಆದರೆ ಮುಳುಗಿ ಆ ಮೊಲ ಅವನನ್ನು ಮೋಸಗೊಳಿಸಿತು. ಶಕ್ತಿಗಿಂತ ಬುದ್ಧಿಶಕ್ತಿ ದೊಡ್ಡದು ಎಂದು ಪ್ರಾಣಿಗಳು ಅರಿತುಕೊಂಡಾಗ ಸಂತೋಷಪಟ್ಟವು. ಸಿಂಹದ ಹೆಮ್ಮೆ ಅವನನ್ನು ಕುರುಡನನ್ನಾಗಿ ಮಾಡಿತು, ಆದರೆ ಮೊಲದ ಬುದ್ಧಿವಂತಿಕೆ ಅವರೆಲ್ಲರನ್ನೂ ಉಳಿಸಿತು.